ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമയിലെ ലാസ്റ്റ് ബ്ലോക്കായിട്ടുള്ള 7th ബ്ലോക്കാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവന്റ് ഗാർഡിസം എന്നുള്ള ആ ഒരു ടേമാണ്. സോ നമുക്ക് എന്താണ് അവൻഗാർഡ് തീം എന്ന് നോക്കാം. അവൻഗാർഡ് എന്നുള്ള ആ ഒരു ടേം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ടേമാണ്. ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്നിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അവന്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിഫോർ എന്നാണ്. അതുപോലെ തന്നെ ഗാർഡ് എന്നുള്ളത് എന്ന് പറയുന്നത് എന്താണ്, ഗാർഡ് മീനിങ് എന്താണ്, കാവൽക്കാർ, നമ്മൾ കാവൽ നിൽക്കുന്ന ആൾക്ക് പറയില്ലേ, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു അവൻഗാർഡ് എന്നുള്ള ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ടേമാണ്. സോ എന്താണ്, ഈ മിലിറ്ററീസിൻ്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്ന, എന്താ ഈ പട്ടാളക്കാരുടെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. പിന്നീടാണ് അത് എന്താണ് ആർമിയിലുള്ള ആളുകളിൽ പല കാറ്റഗറൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അതിലുള്ളൊരു കാറ്റഗറിയൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ്. സോ അതുകൊണ്ടാണ് പിന്നീടാണ് ഈ ഒരു ലിറ്ററേച്ചർ, ആർട്സ് ലിറ്ററേച്ചർ ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു ടേം വന്നിട്ടുള്ളത്. സോ ഈ ഒരു അവൻഗാർഡ് എന്നുള്ള ഈ ഒരു ടേമിൻ്റെ കൾച്ചറൽ യൂസേജ് എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ആധുനികമായിട്ടുള്ള ഒരു കാലത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ എന്താണ് കൊണ്ടുവരുന്ന പുതിയ രൂപത്തിലുള്ള കലാകാരന്മാരെ കുറിച്ച് പറയുന്ന ഒരു നെയിമാണ് അവൻഗാർഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് പഴയ രീതിയിലുള്ള കലകളിലുള്ള പഴയ രീതിയിലുള്ള ടേമുകളും ആശയങ്ങളൊക്കെ പൊളിച്ചെഴുതിയിട്ട് അവരുടേതായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് പറയുന്ന ടേമാണ് കൾച്ചറൽ യൂസേജ് ആണ് അവൻഗാർഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ 1845 ഗബ്രിയേൽ ഡിസയർ ലവ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു അവൻഗാർഡ് എന്നുള്ള ഈ ഒരു പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കല എന്ന് പറയുന്നത് ഒരു സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുന്ന ഒരു സംഭവമാണെന്നാണ് അദ്ദേഹം ഒരു കലയെക്കുറിച്ചിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ദി പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേം അവൻഗാർഡ് എന്നുള്ള ഈ ഒരു ടേം എന്ന് പറയുന്നത് ആദ്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പൊളിറ്റിക്കൽ ടേമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് അതൊരു മിലിറ്ററി ടേമാണെന്ന്, പിന്നെ അത് കലയിലേക്ക് വന്നതാണ്. അതുപോലെ തന്നെ അതൊരു പൊളിറ്റിക്കൽ ടേമും കൂടിയായിരുന്നു. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡായിരുന്നു. അത് പിന്നീട് കലകൾക്ക് മാത്രമായിട്ട് കലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമായിട്ട് അത് മാറുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് അവൻഗാർഡ് എന്നുള്ള ഈ ഒരു ടേം എന്ന് പറയുന്നത് കലകൾക്കും സാഹിത്യങ്ങളിലുള്ള പുതിയ പുതിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കലാകാരന്മാർ പുതിയ പുതിയ കലകളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലൂടെയും കലകളിലൂടെയൊക്കെ അവൻഗാർഡ് കലാകാരന്മാർ സമൂഹത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ ഇന്നസ് പറഞ്ഞിട്ടുള്ളത് അവൻഗാർഡ് കലാകാരന്മാർ പുതിയ പുതിയ കലകളിലൂടെയും പുതിയ പുതിയ ടെക്നിക്കുകളിലൂടെയും പുതിയ പുതിയ ചിന്താഗതികളിലൂടെയൊക്കെ കലകളിലൂടെയൊക്കെ സമൂഹത്തിൽ മാറ്റം വരുന്ന രീതിയിൽ പല പല കാര്യങ്ങളും കൊണ്ടുവരികയും സമൂഹത്തിൽ അത് മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആർട്ട് ആസ് എ സോഷ്യൽ ടൂൾ. സോ ഇതിൽ ഹെൻറി ഡി സെയിൻറ്റ് സൈമൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ട് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. കാരണം സമൂഹത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും സോഷ്യൽ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോറലായിട്ടുള്ളതും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതൊക്കെ ഗൈഡ് ലൈൻസുകളൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരാനും ആളുകളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനും ആർട്ട് എന്ന് പറയുന്നത് ഒരു ശക്തിയായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ ഇത്രയും പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? അവൻഗാർഡ് ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. സോ അവൻഗാർഡ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളിലൂടെ പുതിയ പുതിയ നിരീക്ഷണങ്ങളിലൂടെയും വിശകലനങ്ങളിലൂടെയൊക്കെ പുതിയ പുതിയ സമൂഹത്തിലുള്ള പഴയ ചട്ടങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയും സമൂഹത്തിൽ നല്ല രീതിയിലുള്ള റെവല്യൂഷനൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിസ്റ്റ് പൊസിഷൻ. ആർട്ടിസ്റ്റുകളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് അവൻഗാർഡ് ആർട്ടിസ്റ്റുകൾ ഒരിക്കലും സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ ഒരു ഉള്ളിലല്ല, ചട്ടക്കൂടുകൾക്ക് കീഴിലല്ല നിൽക്കുന്നത്. അവർ ഫ്രീ ആണ്. സമൂഹത്തെ നിരീക്ഷിക്കുകയും ഒബ്സർവ് ചെയ്യുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ സമൂഹത്തിലുള്ള ആളുകളിലേക്ക് എത്തിച്ചിട്ട് സമൂഹത്തിൽ പുതിയ പുതിയ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്.
ദെൻ ദി ഓഡിയൻസ് റോൾ, എന്താണ് ഓഡിയൻസിൻ്റെ റോൾ എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള അവൻഗാർഡ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ തന്നെ എന്താണ് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന പല പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒരു ബുക്ക് വായിക്കുന്ന രീതിയിലുള്ള ഒരു ലാഘവത്തോടു കൂടി അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് സമൂഹത്തിനെ കുറിച്ചിട്ടും എന്താണ് സമൂഹങ്ങളിലെ മൂല്യങ്ങളെ കുറിച്ചിട്ടും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാനും എന്താണ് തെറ്റായ കാഴ്ചപ്പാടുകളൊക്കെ മാറാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവൻഗാർഡ് തിയേറ്ററിനെ കുറിച്ചിട്ടാണ്. സോ ഇത്തരത്തിലുള്ള എന്താണ് അവൻഗാർഡ് തിയേറ്ററുകൾക്കും അതിലൂടെ നാടകങ്ങൾക്കൊക്കെ എന്താണ് പഴയ എന്താണ് ട്രഡീഷനുകളെയും വാല്യൂസിനെയും ഒക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ പെർസെപ്ഷനൊക്കെ എന്താണ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഉള്ള രീതിയിലുള്ള എല്ലാവിധ എന്താണ് കണ്ടൻറ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററുകളും എന്താണ് പ്ലേകളൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെന്നീസ് വില്യംസിൻ്റെ ഫേമസ് പ്ലേ ആയിട്ടുള്ള ദി ഗ്ലാസ് മെനേജറി എന്നുള്ള ഒരു പ്ലേ ആണ്. സോ ഇതൊരു അവൻഗാർഡ് പ്ലേ ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ ഒരു പ്ലേയിലുള്ളത്. സോ നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം. ആരാണ്? ടോം വിൽഫ്രെഡ്, ഫസ്റ്റ് ക്യാരക്ടറാണ് ടോം വിൽഫ്രെഡ് എന്ന് പറയുന്നത്. ദെൻ അമാൻഡ, ദെൻ ലോറ വിൽഫ്രെഡ്, ദെൻ ജിം ഒക്കോണർ. ഓക്കെ, ഇതിലെ നെറേറ്ററാണ് ആര്? ടോം വിൽഫ്രെഡ്. സോ ടോം വിൽഫ്രെഡിലൂടെയാണ് എന്താണ് ടെന്നീസ് വില്യംസ് ഈ ഒരു പ്ലേയിലുള്ള സ്റ്റോറി പറയുന്നത്. കാരണം ടോമിൻ്റെ ഒരു മെമ്മറിയിലൂടെ ഓർമ്മകളിലൂടെയാണ് ഈ ഒരു കഥ പറയുന്നത്. ഓക്കെ, ടോം എന്ന് പറയുന്നത് ഈ ഒരു അമാൻഡൻ്റെ മകനാണ്, അതുപോലെ തന്നെ ലോറൻ്റെ ബ്രദറാണ്. സോ ദെൻ ജിം എന്ന് പറയുന്നത് ആരാണ്? ടോമിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. സോ ഇത്രയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ജസ്റ്റ് പ്ലോട്ടിലേക്ക് കടക്കാം. സോ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ടോമിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പ്ലേ ആണ് ഇത്. സോ നമുക്കിതിന് ഈ ഒരു ഫാമിലിയെ വിൽഫ്രെഡ് ഫാമിലി എന്ന് വിളിക്കാം. സോ വിൽഫ്രെഡ് ഫാമിലി ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു കാലയളവിൽ ടോമിന് ജോബ് നഷ്ടപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ട്രാപ്പ് ചെയ്യപ്പെടുകയും അങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അത്. സോ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് 1929 അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നടക്കുന്ന ആ ഒരു സമയത്താണ് എഴുതിയിട്ടുള്ള വർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലയളവിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നടന്നതോടുകൂടി ഒരുപാട് ആളുകളുടെ ജോബുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലയളവിലാണ് ഈ ഒരു വർക്ക് ഉണ്ടായിട്ടുള്ളത്. സോ ആ ഒരു കാലയളവിൽ നമ്മുടെ ടോമിൻ്റെ ജോബൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയും സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ടോമിന് ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് താല്പര്യം. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ ഫാമിലി വളരെ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു ആഗ്രഹങ്ങൾക്കൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളായിരിക്കില്ല എപ്പോഴും പരാതിയും പരിഭവങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ നിൽക്കാൻ വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ടോമിൻ്റെ മദറായിട്ടുള്ള അമാൻഡ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രതാപത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു ലേഡിയാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ പഴയ കാര്യങ്ങളെക്കുറിച്ച് തന്നെ പഴയ ഒരു പാസ്റ്റിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. സോ അവരെപ്പോഴും അവരുടെ പഴയ കാലത്തെ വളരെയധികം റിച്ചായിട്ടുള്ള ഫൈനാൻഷ്യലി റിച്ചായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ദെൻ ടോമിൻ്റെ സിസ്റ്ററായിട്ടുള്ള ലോറ എന്ന് പറയുന്നത് വളരെയധികം ഷൈ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. സോ അവൾ എപ്പോഴും ഗ്ലാസ് മെനേജറി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഗ്ലാസ് കൊണ്ട് ഒരുപാട് ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ ആനിമൽസിൻ്റെ രൂപങ്ങളൊക്കെ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കലാണ് അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അവൾ വളരെ ഷൈ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. മാത്രമല്ല അവളുടെ കാലിന് ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട്. ചെറിയൊരു മുടന്ത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസബിലിറ്റി അവൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും അവളുടെ റൂമിൽ അവളുടെ ഗ്ലാസ് മെനേജറി ആയിട്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ആയിരുന്നു അവൾക്ക് കൂടുതലും അവളുടെ ആ ഒരു റൂമിൽ സമയം ചെലവഴിക്കാനായിരുന്നു കൂടുതലായിട്ടും
താല്പര്യം ഉണ്ടായിരുന്നത്. എന്നാൽ എന്താണ് അമാൻഡക്ക് ലോറയുടെ മദറിന് എന്താണ് അവളെ കല്യാണം കഴിച്ച് അയക്കാനൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ ഈ ഒരു ഡിസബിലിറ്റി കാരണം എന്താണ് അമാൻഡ എപ്പോഴും വിചാരിക്കും അവൾക്കിനി നല്ല രീതിയിലുള്ള എന്താണ് പ്രപ്പോസൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം എന്താണ് അവളുടെ കാലം അങ്ങനെയാണ് എന്ന രീതിയിലൊക്കെയുള്ള ചിന്തയൊക്കെ എന്താണ് അമാൻഡക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അമാൻഡ ലോറയെ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തുന്നുണ്ട്. എന്നിട്ട് പിന്നീട് അമാൻഡ ആ ഒരു കോളേജിൽ അവളുടെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോയ സമയത്ത് എന്താണ് അവൾ ആ ഒരു എന്താണ് കോളേജും അവളുടെ എന്താണ് ക്ലാസ്സുകളൊക്കെ വളരെയധികം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവൾ ക്ലാസ്സിൽ പോകാറില്ല. അവളിങ്ങനെ എന്താണ് പാർക്കുകളിലും ബീച്ചുകളിലൊക്കെ പോയി ഇരുന്ന് സമയം ചിലവഴിക്കാറാണ് എന്ന് അവർ പിന്നീട് അറിയുന്നുണ്ട്. സോ അവൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്താണ് അവളുടെ ക്ലാസ് മാനേജറി ആയിട്ട് അത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് അവളുടെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് അവൾ കൂടുതലായിട്ടും താല്പര്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ടോമിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മ് എന്നുള്ള ഒരു ക്യാരക്ടർ ആ വീട്ടിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു ജിമ്മ് എന്നുള്ള ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് എന്താണ് അമാൻഡൻ്റെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടർ ജിമ്മിന് എന്താണ് പിന്നെ നമ്മുടെ ലോറയ്ക്ക് വേണ്ടിയിട്ട് ആലോചിക്കണം എന്നുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിലും കൂടെ ജിമ്മ് ആ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വീടൊക്കെ വലിയ രീതിയിലൊക്കെ അലങ്കരിച്ച് എന്താണ് വലിയ രീതിയിൽ എന്താണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടൊക്കെ മാറ്റുന്നുണ്ട്. സോ ആ സമയത്ത് എന്താണ് ജിമ്മ് ഡിന്നറിന് വേണ്ടിയിട്ട് ആ ഒരു വിൽഫ്രഡ് ഫാമിലിയിലേക്ക് വരികയാണ്. സോ ആ ഒരു ടൈമിൽ എന്താണ് ജിമ്മ് വരുന്ന സമയത്ത് അവർ വരുന്നുണ്ട്, ഡിന്നർ കഴിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് പെട്ടെന്ന് ലോറ ജിമ്മിനെ കണ്ട ഉടനെ പെട്ടെന്ന് ഷോക്കായി. അവൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജിമ്മ് എന്ന് പറയുന്നത് എന്താണ് ലോറൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജിമ്മിനെ കണ്ട സമയത്ത് അവൾ ഭയങ്കര എന്താണ് കോൺഷ്യസ് ആയി. പിന്നീട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് അമാൻഡ വലിയ രീതിയിൽ എന്താണ് തൻ്റെ പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങച്ചം പോലെ പറയുന്നുണ്ട്. കാരണം എന്താണ് അമാൻഡ ആ ഒരു ലേഡി എന്ന് പറയുന്നത് പഴയ കാലത്ത് വളരെ വലിയ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ഒരു ലേഡിയാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും കൂടെ അവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് കറണ്ട് പോകുന്നുണ്ട്. അതൊരു സിമ്പിളാണ്. കറണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ബില്ല് അവർ പേ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ടോമിന് കറണ്ടിൻ്റെ ബില്ല് കൊടുക്കാനുള്ള ക്യാഷ് അവർ അമാൻഡ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് അവനൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു ക്യാഷ് എടുത്തിട്ട് ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അമാൻഡ പറയുന്നുണ്ട് ഇതിനൊരു കറണ്ടിൻ്റെ ബില്ല് അടച്ചതാണല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ കറണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. സോ അതൊരു സിമ്പിളാണ്. കാരണം ആ ഒരു പോവർട്ടി കാണിക്കുന്ന ഒരു സിമ്പിളായിട്ടാണ് നമ്മളത് കാണുന്നത്. സോ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് നമ്മുടെ ലോറ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ജിമ്മും ലോറയും കൂടെ സംസാരിക്കുകയാണ്. അവളുടെ ഗ്ലാസ് മാനേജറി ഒക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് അവൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മാനേജറി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു യൂണിക്കോൺ ആണ്. സോ യൂണിക്കോൺ എല്ലാവർക്കും എന്താണെന്ന് അറിയില്ലേ? അപ്പം യൂണിക്കോൺ ആണ്. അപ്പോൾ യൂണിക്കോൺ കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ആ ഒരു യൂണിക്കോൺ അവൾ ആർക്കും കാണിച്ചു കൊടുക്കുകയും അവൾക്ക് ആരെയും തൊടാൻ പോലും സമ്മതിക്കില്ല. പക്ഷേ അവൾ ജിമ്മിനെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് തന്നെ അവൾ ജിമ്മ് എന്ത് ചെയ്യുന്നുണ്ട്, ലോറയെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ജിമ്മ് കുതിറി മാറിയിട്ട് അവളോട് പറയുന്നുണ്ട്, സോറി ഞാൻ എൻഗേജ്ഡ് ആണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ റിവീൽ ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഡെസ്പായി. അതുപോലെ തന്നെ അമാൻഡയും വളരെയധികം അവരെ പറ്റിച്ചു എന്ന രീതിയിൽ അവർ ഭയങ്കര ഡെസ്പാവുകയും ചെയ്തു. സോ ഇതാണ് നമുക്കിതിൻ്റെ ഒരു എൻഡായിട്ട്. പിന്നീട് നമ്മുടെ ടോം ആ ഒരു വീട് വിട്ടിട്ട് അവൻ്റെ അച്ഛനെ പോലെ തന്നെ ആ ഒരു വീട് വിട്ടിട്ടൊക്കെ അവിടുന്ന് വിൽഫ്രഡ് ഫാമിലിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സോ അത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. സോ നമുക്കതൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു പ്ലേ ആണ്. സോ അതോട് കൂടിയിട്ട് ആ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലേ എൻഡ് ആവുന്നത്.
മാത്രമല്ല നമുക്ക് ഈ ഒരു പ്ലേയിൽ മറ്റൊരു സിമ്പലും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്, നമ്മുടെ ഈ ഒരു ജിമ്മും ലോറയും കൂടെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമ്മിന് കൊടുത്തിട്ടുള്ള ഈ ഒരു യൂണിക്കോണിൻ്റെ ആ ഒരു ഗ്ലാസ് മെനജറി എന്ത് ചെയ്യുന്നുണ്ട്, താഴെ വീണിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. സോ ഈ ഒരു ഗ്ലാസ് മെനജറി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോറ എന്നുള്ള ഈ ഒരു ക്യാരക്ടറായിട്ടുള്ള ഈ ഒരു ലേഡിനെയാണ് ഈ ഒരു ഗ്ലാസ് മെനജറി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എക്സാമിന് നമുക്ക് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത്, ഈ ഒരു ഗ്ലാസ് മെനജറി ഈ ഒരു യൂണിക്കോൺ എന്നുള്ള ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോറയെയാണ് കാണിക്കുന്നത്. കാരണം എന്താണ്, വളരെ യുണീക്കാണ്. സോ എന്താണ്, നമ്മുടെ ലോറയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെയധികം യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ എന്താണ്, ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് വീണാൽ പൊട്ടുന്ന രീതിയിലുള്ള ഒരു എന്താണ് ഒരു സംഭവമാണ് അല്ലേ. അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് പിന്നീടത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ആ ഒരു സമയത്ത് എന്താണ്, നമ്മുടെ ജിമ്മിൻ്റെ കയ്യിൽ നിന്ന് എന്തുണ്ട്, ആ ഒരു യൂണിക്കോണിൻ്റെ ഗ്ലാസ് മെനജറി വീണിട്ട് പൊട്ടുന്നുണ്ട്. സോ അത് എന്താണ്, അവൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, എല്ലാവരുടെയും മനസ്സ് വലിയ രീതിയിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സിമ്പിളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതാണ് ഈ ഒരു എന്താണ് പ്ലേയുടെ എൻഡിങ് എന്ന് പറയുന്നത്. സോ ഇതൊരു കഥാസിസ് ആണ്. എന്താണ്, ടോം തൻ്റെ മെമ്മറിയിലൂടെ തൻ്റെ ലൈഫ്, തൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് അവൻ ആലോചിക്കുന്ന സമയത്ത് അവന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്താണ് ആലോചിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് എന്താണ്, ഇതൊരെന്താണ് എന്താണ് അവരുടെ എല്ലാവരുടെയും ഡിസയറുകളൊന്നും എന്തായില്ല, ഫുൾഫിൽ ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്രയാണ് ഈ ഒരു എന്താണ് പ്ലേ ആയിട്ട് വരുന്നത്. സോ നമുക്കിതിൻ്റെ തീംസൊക്കെ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ തീംസ് എന്ന് പറയുന്നത് എന്താണ്, മെമ്മറി ആൻഡ് ദി പാസ്റ്റ് അല്ലേ. അപ്പോൾ ടോമിൻ്റെ മെമ്മറിയിലൂടെ ടോമിൻ്റെ ലൈഫിൽ മുമ്പ് പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിങ്ങനെ മെമ്മറൈസ് ചെയ്തിട്ട് ആലോചിച്ചിട്ടെടുക്കുന്നത്. ദെൻ എസ്കേപ്പ് ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് എന്താണ്, ഈ ടോമിൻ്റെ വിൽഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാദർ എന്താണ് ഇവരുടെ ഫാമിലിയെയും മക്കളെയൊക്കെ ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് അല്ലേ. എന്താണ് സ്ട്രഗിളിങ്ങിൽ നിന്നിട്ടും ഫാമിലിയിൽ അനുഭവിക്കുന്ന ഇല്ലായ്മകളിൽ നിന്നൊക്കെ ഒരു രീതിയിലുള്ളൊരു ഒളിച്ചോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ടോമും ഈ ഒരു പ്ലേൻ്റെ എൻഡിൽ പിന്നെ ആ ഒരു വീട് വിട്ടിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ എന്താണ് റിയലായിട്ടുള്ളൊരു ലൈഫിൽ സ്ട്രഗിളുകൾ ഒക്കെ എന്താണ് തരണം ചെയ്യാൻ പറ്റാതെ ജീവിതത്തിൽ നിന്നിട്ടുള്ളൊരു ഒളിച്ചോട്ടായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി. സോ അവർക്ക് എന്താണ് വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ട് അല്ലേ. എന്താണ് ടോമിനൊരു ആരാവണം എന്നാണ്, വലിയ ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു പോയറ്റ് ആവണം എന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അമാൻഡക്ക് എന്താണ് അവളുടെ എന്താണ് പാസ്റ്റിലുള്ളതുപോലെ തന്നെ അവൾ എപ്പോഴും ഒരു ഇല്യൂഷനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുമ്പുള്ള ആ ഒരു പ്രതാപത്തിലും ഒരു റിച്ച്നെസ്സൊക്കെ ആ ഒരു യൂത്തിലൊക്കെയാണ് അവളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം സ്ട്രെസ്സും സ്ട്രഗിളിങ്ങും ഫിനാൻഷ്യൽ ക്രൈസും നിറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലോറ ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷേ എന്താണ് അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്, അവൾ ആഗ്രഹിച്ച ജിമ്മ് എന്താണ് മറ്റൊരു ഗേളായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. സോ അവിടെയൊക്കെ എന്താണ് റിയാലിറ്റിയും നമ്മുടെ ഇല്യൂഷൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്താണ്, നമുക്കിവിടെ എന്താണ് ഒരു ജെൻഡർ ബയസ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണ് ഫാമിലി റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ടോമിൻ്റെ തലയിലേക്കാണ് വരുന്നത്. ഒരു ബോയ് എന്ന രീതിയിൽ ടോമിൻ്റെ തലയിലേക്കാണ് വരുന്നത്. എന്താണ് ഈ ഒരു ലോറ അമാൻഡ എന്നുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് വലിയ രീതിയിൽ ഇത് അറിയുന്നില്ല. ലോറ എന്താണ് അവളുടെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയി, വേറെ ഒന്നും അവൾക്ക് ചിന്തിക്കാൻ. പക്ഷേ എന്താണ് ഈ ഒരു ബോയ് ആയിട്ടുള്ള ഈ ഒരു ടോമാണ് പിന്നീട് ലൈഫ് എന്താണ് അവരുടെ ഫാമിലിയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് എന്താണ് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒരു തീമായിട്ട് വരുന്നത്. ദെൻ ഫ്രാങ്ക്ലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു ഗ്ലാസ് മെനജറി അതിൻ്റെ ഒരു സിമ്പിളാണ്. കാരണം എന്താണ് എല്ലാത്തിനെ കുറിച്ച് ഒരു നിസ്സാരമായിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്ന് എന്താണ് പൊട്ടുന്നതാണ്. പിന്നീട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഫ്രാങ്ക്ലിറ്റി ഒരു സിമ്പിളായിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പ്ലേൻ്റെ തീംസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നമുക്ക് ദി ഗ്ലാസ് മെനജറി എന്നുള്ള ഈ ഒരു പ്ലേ എന്താണ് ഒരു അവങ്കർഡ് പ്ലേ എന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് നമ്മളിതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു അവങ്കാർഡ് പ്ലേ എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെമ്മറി പ്ലേ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ഈ ട്രഡീഷണൽ പ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോമിൻ്റെ മെമ്മറിയിലൂടെയാണ് ഈ ഒരു പ്ലേ കഥ പറയുന്നത്. സോ ഇതൊരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്ലേ അല്ല. ഇത്തരത്തിലുള്ള പ്ലേകൾ ട്രഡീഷണലായിട്ട് ആദ്യം ഇത്തരത്തിലുള്ള ഒരു മെമ്മറിയിലൂടെ കഥകൾ പറയുന്ന രീതി ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ട്രഡീഷനായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ട്രഡീഷണൽ പ്ലേയിൽ ഇത്തരത്തിലുള്ള മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറികളായിരിക്കില്ല ഉണ്ടാവുക. ഡയറക്റ്റ് സ്റ്റോറി എന്നാലും അതുപോലെ തന്നെയാണ് അത് ആവിഷ്കരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ളൊരു മെമ്മറി പ്ലേ എന്ന് ഇത് നമ്മുടെ ടോമിൻ്റെ മെമ്മറിയിലൂടെയാണ് ഈ ഒരു പ്ലേ സ്റ്റോറി പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഒരു അവങ്കാർഡ് പ്ലേ ആണ് എന്ന് പറയാൻ സാധിക്കുന്നത്. സോ അവങ്കാർഡ് എന്നുള്ള ടേം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. പഴയകാല രീതികളെ പൊളിച്ചെഴുതുന്ന ഒരു പുതിയ രീതിയാണ്. സോ അതുകൊണ്ട് തന്നെ പഴയകാല രീതികളിൽ ഇത്തരത്തിലുള്ള മെമ്മറിയിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ടാണ് നമുക്കിതിനെ ഒരു അവങ്കാർഡ് പ്ലേ എന്ന് പറയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റൈലും പഴയ നാടകങ്ങളിൽ നിന്ന് ഈ ഒരു നാടകത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതൊരു അവങ്കാർഡ് പ്ലേ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതിൽ ഒരുപാട് സ്ക്രീൻ പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിലുള്ള മ്യൂസിക്കുകളും അതുപോലെ തന്നെ ഇമേജസും ഒക്കെ ആ ഒരു സാഡായിട്ടുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡ്രാമകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ അതും ഒരു എലമെൻ്റാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തീം ഓഫ് സോഷ്യൽ പ്രൊട്ടസ്റ്റ് ഇൻ ദി ഗ്ലാസ് മെനേജറി. ഗ്ലാസ് മെനേജറിയിൽ സോഷ്യൽ പ്രൊട്ടസ്റ്റ് തീംസ് വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് പ്രഷേഴ്സ്. സോ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന ഒരു കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. സോ ആ ഒരു കാലയളവിൽ ഒരുപാട് ദാരിദ്ര്യവും ഒക്കെ ജോലിയില്ലായ്മയൊക്കെ ആ ഒരു സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഫാമിലി അനുഭവിക്കുന്ന പോവർട്ടി, അതുപോലെ തന്നെ സ്ട്രഗിള്, ജോബില്ല, നമ്മുടെ ടോമിന് അവന് ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം. എന്നാലും അവന് താല്പര്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ കുടുംബത്തിൻ്റെ സ്ട്രഗിളിങ്ങിൽ നിന്നൊക്കെ ഒന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ഫാദർ അവൻ്റെ അവരുടെ മദറിനൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സമൂഹത്തിൽ സോഷ്യൽ സ്ട്രഗിളിംഗ് എന്നൊക്കെ ഒരു എല്ലാ തരത്തിലുള്ളൊരു ഒളിച്ചോട്ടായിട്ടാണ് നമുക്കിതിന് കാണാൻ സാധിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരുപാട് പോവർട്ടിയും സ്ട്രഗിളിങ്ങും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പ്രഷറും ഒക്കെ എല്ലാ ആളുകളിലും ആ ഒരു ഫാമിലിയിലെ എല്ലാ ആളുകളെയും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് കൺഫർമിറ്റി ആൻഡ് ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോമിന് ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യണം, അതൊരു ആർട്ടിസ്റ്റ് ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രീമൊക്കെ ആയിരുന്നു ആർക്ക് ടോമിനുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ തലയിലുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ സൊസൈറ്റി അവനെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സോ അവൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ചൊരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുന്നില്ല. അവന് സൊസൈറ്റിയെ കെയർ ചെയ്യണം, അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിയെ ഫൈനാൻഷ്യലി അവന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഡ്രീമിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സോ അവൻ്റെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് അവന് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. The next, protest against treatment of the disabled and vulnerable. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോറയാണ് അല്ലേ. ലോറ എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവളുടെ മദർ തന്നെ പറയുന്നുണ്ട് അവളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിലുള്ള പ്രപ്പോസൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മദറിന് വലിയ രീതിയിലുള്ള കൺസേൺ ഉണ്ട്. സോ അതൊക്കെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന ഒരു ഒരു ഇനീക്വാളിറ്റിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗ്ലാസ് മെനേജറി എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ അത് അവളെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ലഭിക്കേണ്ട നീതിയും അതുപോലെ തന്നെ അവരെ കൺസിഡർ ചെയ്യേണ്ട രീതിയൊക്കെ നമുക്കെന്താണ് ഈ ഒരു പ്ലേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്ലേയിൽ സോഷ്യൽ പ്രൊട്ടസ്റ്റ് ഒരു തീമായിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു പ്ലേയിൽ വരുന്ന മറ്റ് തീംസാണ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ജെൻഡർ ഒപ്രഷൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, മാർജിനലൈസേഷൻ ഓഫ് ദി വീക്ക്, അത്തരത്തിലുള്ള തീംസൊക്കെ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്ലേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ തീംസും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ മെറ്റീരിയൽസും ലിങ്ക്സൊക്കെ കളക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലേ നന്നായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.